നാജില ഇടുന്ന പല വീഡിയോസിനും എതിരെ സംസാരിക്കാൻ വരുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് ഇറ്റ്സ് മീ കൈസും അതുപോലെ തന്നെ ഷഫീന ബീബിയും. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഈ നാജില ഇടുന്ന വീഡിയോസിനൊക്കെ മറുപടിയായിട്ട് വരാറുണ്ട്. പല കാര്യങ്ങൾ ഇവരാണ് വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നാജിലയും ഷാനും തമ്മിൽ ഇഷ്ടത്തിലാവുന്ന സമയത്തൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമേ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവർ തന്നെയാണ് പിന്നെ എതിർത്തൊക്കെ സംസാരിച്ചും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാജിലയും ഷാനും ഒക്കെ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ തിരിച്ചൊന്നിക്കും, ഇതൊക്കെ കുറച്ച് നാളേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അതേ കണക്ക് തന്നെ ഇവർ തിരിച്ചൊന്നിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസൊക്കെ ഈ ഒരു നാജില ചെയ്യാറുണ്ട്. ഉമ്മയെക്കുറിച്ചൊക്കെ കുറേയധികം കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ചില വീഡിയോസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഈ ഭർത്താവിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് മൂത്ത മോളെ പറ്റിയൊക്കെ പറയാറുണ്ട്. മൂത്ത മോളിപ്പം ഈ ഒരു നാജിലയുടെ കൂടെയല്ല, നാജിലയുടെ ഉമ്മയുടെ ഉപ്പയുടെയും കൂടെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇവരിങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഡെയിലി എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് ഇടാറുണ്ട്. ഇതിന് മറുപടിയായിട്ട് ഈ ഒരു ഇറ്റ്സ് മീ കയസോ അല്ലെങ്കിൽ ഷഫീനയൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോസൊക്കെ ചെയ്യുന്നവരാണ്. ഇത് കാണുന്ന സമയത്ത് എല്ലാവരും കമൻസിലൊക്കെ ഇടുന്ന ആണ്, നിങ്ങളുടെ ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ കൊണ്ടുവന്ന് ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇപ്പം ഇതേ കണക്ക് നാജില ഇട്ട ഒരു വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ മറുപടിയായിട്ട് ഇറ്റ്സ് മീ കൈസും അതുപോലെ തന്നെ ഷഫീനയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ഇപ്പം തെറി വിളിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി, അതായത് ഈ ഒരു ഷാനും നാജിലയും കൂടി ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഇതിനകത്ത് രണ്ട് പേർക്കെതിരെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ള ചോദിച്ചിട്ടാണ് ഈ ഒരു നാജിലയും ഷാനും കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഇറ്റ്സ് മീ കൈസ് ഉണ്ടെങ്കിൽ ഇവരെ കുട്ടിയുടെ ഒരു ഫോട്ടോ ബ്ലർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് അങ്ങനെ വെച്ചതിന് ഭയങ്കരമായിട്ടുള്ള ചീത്ത വിളിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് ഇനി വെക്കുവാണെങ്കിൽ നിനക്കെതിരെ കംപ്ലൈൻ്റ് ആയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇറ്റ്സ് മീ കൈസിൻ്റെ ഉമ്മയ്ക്ക് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മാറിയും തിരിഞ്ഞും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷഫീന ബീവിക്കെതിരെയും കുറേയധികം ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ മകനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഫാമിലി കണ്ടൻറ്റ് ഇതുപോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറേയധികം സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതുപോലെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേയധികം പേര് ഇതുപോലെ പൈസ ഉണ്ടാകാൻ വേണ്ടി അവർ ഫാമിലി കണ്ടൻറ്റ് മാത്രമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിധി വേണമെന്നാണ് എനിക്കും പറയാനുള്ളത്.